ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ അപ്പാണിയപ്പം നേർച്ചയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഇനി പോകുമ്പോഴുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ. ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാത്രി ഇങ്ങനെ ബൈക്കിൽ പോകാൻ. കുട്ടികളുണ്ട്, ഞാനും ഹസ്ബൻഡുമാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ. നല്ല വെളിച്ചുള്ള സ്ഥലത്തും ടൗൺ ഏരിയയിലൊക്കെ എത്തുമ്പോൾ നല്ല കാഴ്ചയാണ് കാണാൻ. പക്ഷേ എൻ്റെ ക്യാമറ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ നല്ലവണ്ണം പിടിച്ചിരുന്നതുകൊണ്ട് ഓണാക്കി കയ്യിലങ്ങ് വെച്ചുകൊണ്ടായിരുന്നു. എന്താ ഭംഗിയെന്നറിയോ കാണാൻ. ടൗണിലെത്തിയിട്ടുണ്ട്. മൈജിൻ്റെതൊക്കെ അല്ലേ, ഷോറൂമൊക്കെയാണ് കാണുന്നത്. അതേപോലെ ഷോപ്പിക്ക, അങ്ങനെ പല ഷോപ്പുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട്. പിന്നെ ബൈക്കിലായതുകൊണ്ട് ക്യാമറ കറക്റ്റാണോ എന്ന് ഞാൻ നോക്കിയിട്ടുമില്ല. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ട്. അങ്ങോട്ട് പോകുമ്പം വലിയ തണുപ്പൊന്നുമില്ല. നമ്മളെ വീട്ടിലൊക്കെ നല്ല തണുപ്പാട്ടോ. പക്ഷേ അവിടെ എത്തുമ്പം നോർമൽ എന്താ പറയുക കാലാവസ്ഥയായിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വെറിച്ചു പോയിട്ടുണ്ട്. അല്ലേ, ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചാൽ അന്നപ്പോൾ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം എന്താ പറയുക, കുറച്ച് ലോങ് വീഡിയോ ആണിത് കേട്ടോ. കുറച്ച് തോനെയുണ്ട്. ചിലപ്പോൾ ഞാൻ പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പം ഓരോ ഷോപ്പ് കണ്ട് ഭീമ ജ്വല്ലറിയൊക്കെ കണ്ടപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. എന്തായാലും നല്ല രസമാട്ടോ. രാത്രിയിലൊക്കെ നിങ്ങളിങ്ങനെ പോയിട്ടുണ്ടോ ബൈക്കിൽ? അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോവലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ എടുത്തിട്ടൊന്നും ഇങ്ങനെ യൂട്യൂബിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം മഞ്ഞായതുകൊണ്ടേ കുട്ടികളെയും കൊണ്ട് നമ്മൾ പുറത്തങ്ങനെ പോവാറില്ല. പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എല്ലോ പോയാൽ മതി, അന്നപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുന്ന. പിന്നെന്താ, എന്തായാലും എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നുണ്ടായ പോക്കാണ്. നമ്മൾ അപ്പാണിയപ്പം നേർച്ചയ്ക്ക് പോകുന്ന ആ വഴിയാട്ടോ. അപ്പം അതും കൂടെ ഞാൻ ഇതില്ലാതെ ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യാം. അത് കുറച്ച് ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ടായിരിക്കും ഇടുക കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെന്താ, ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോകാൻ മോൻ പറയുന്നുണ്ട് തലവേദന ആവുന്നുണ്ട്. അപ്പം ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് ഒരു ഗുളിക വാങ്ങിയിട്ടാ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറി ഗുളികയൊക്കെ വാങ്ങി. മോനെ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. പന്തൊക്കെ കളിക്കാൻ പോയിട്ട് വേർപ്പ് തലയെ കുറിച്ച് അങ്ങനെ അതിൻ്റെ ചെറിയ വിഷയമൊക്കെ ഉണ്ട്. അങ്ങനെ മൂടില്ലാതിരിക്കുകയാണ് അവന്. നമ്മൾ ഗോകുലമാളിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രിയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ അടിപൊളി സംഭവമാണ്. പിന്നെന്താ,
വെച്ചെന്ത് സ്റ്റാർട്ടാകാന്? ഇതിൽ തന്നെ പോവാന്ന് വെച്ചിട്ടാ? ഇതിൻ്റെ ഇടയിൽ കൂടെ നേരെ സ്റ്റാർട്ടാകും. ചായ്മ പോകും. വാഴക്കാട് ഓ കണ്ണുപൊടി തലയാട് എവിടൊക്കെ പോവുക ബസ്? ഏടാണ്ട് ഊർക്കടവ് നേരിയേ തലയാട് കാക്കൂര് ഏടാ ഏടാ പൂവാട്ടുപറമ്പ് നെൽമണ്ട കാക്കൂർ കക്കോടി നല്ല കാണുള്ളൂ. മീൻ വിൽക്കണമൊക്കെ വാങ്ങിക്കട്ടോ. മീൻ വിൽക്കണതാടാ കളർ മീൻ ഇപ്പം വാങ്ങാൻ വില കുറവായി ചിലപ്പോൾ. നമ്മ വേഗിലിടാൻ കാക്കി അതാ റോഡുമ്മ വെച്ച് വെക്കുക കോറിയത്തിലല്ല അപ്പം വില കുറയും. ഷോപ്പല്ല പിന്നെ എനിക്ക് ഇറങ്ങാൻ കഴിയില്ല. എത്ര 8 എവിടെ വാങ്ങണം? ഇവിടെ വെള്ളമുണ്ടോ?
ഇത് വെച്ചോളി, കുഴപ്പമില്ല. കഴിക്കുന്ന പെട്ടെന്ന് തലവേദന വന്നപ്പോ